ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? സ്വന്തം ജീവിതത്തെ കയ്പ് നുരയ്ക്കുന്ന പാനപാത്രമാണെന്ന് പലരും കരുതുന്നു. കഷ്ടനഷ്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക പറയുവാനുണ്ടായിരിക്കും. ഒരു ദൈവ മകനെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കെല്ലാം ഉദ്ദേശ്യവും പ്രയോജനവും ഉണ്ട്. ഗത്സമനിൽ വെച്ച് യേശുവിൻ്റെ മനസ്സിനെ താൻ അനുഭവിക്കാനിരിക്കുന്ന കഷ്ടതകളെപ്പറ്റിയുള്ള ഓർമ്മ ശക്തിയായി ഹോമിച്ചു. അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം കുടിക്കേണ്ടതാണെന്ന തീരുമാനത്തിലെത്തി. അപ്പോൾ ധൈര്യവും പ്രശാന്തതയും ലഭിച്ചു. കഷ്ടതകൾ ദൈവദത്തമായ പാനപാത്രമാണെന്ന് കർത്താവ് തറപ്പിച്ചു പറഞ്ഞു. വിശുദ്ധ പൗലോസിനെ വേദനിപ്പിച്ച ഏതോ ഒരു തീരാ പ്രശ്നമുണ്ടായിരുന്നു. ജീവിതത്തിലെ ഒരു മുള്ള എന്നാണ് പൗലോസ് അതിനെപ്പറ്റി പറയുന്നത്. അത് മാറിപ്പോകാൻ പലതവണ ദൈവത്തോട് അപേക്ഷിച്ചു. എങ്കിലും എൻ്റെ കൃപ നിനക്ക് മതി എന്ന മറുപടിയാണ് ദൈവം കൊടുത്തത്. തൻ്റെ പ്രയാസത്തെ ദൈവഹിതമെന്ന് മനസ്സിലാക്കി അംഗീകരിച്ചപ്പോൾ പൗലോസ് സന്തോഷചിത്തനായി. ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും ദുഃഖത്തിൻ്റെ പാനപാത്രം സന്തോഷത്തോടെ കുടിക്കുകയും ചെയ്താൽ നമുക്ക് സമാധാനമായി ജീവിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കയ്പുള്ളതെങ്കിലും ഔഷധ ഗുണമുള്ളതാണ്. കർത്താവായ ഈശോയുടെ അനുഗ്രഹം ഈ സമയത്ത് നമ്മുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരട്ടെ, നമ്മളുടെ വേദനകളിലേക്ക് കടന്നു വരട്ടെ. കർത്താവായ ഈശോയുടെ സാന്നിധ്യം, കർത്താവായ ഈശോയുടെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള കൃപ കർത്താവായ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് IMS അമ്മയുടെ അനുഗ്രഹം, IMS അമ്മയുടെ കൃപ നമുക്ക് ലഭിക്കട്ടെ. IMS അമ്മയുടെ അനുഗ്രഹത്താൽ നിറഞ്ഞ ജീവിതത്തിലെ ആത്മാർത്ഥതയോടുകൂടെ ആത്മധൈര്യത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. ആമേൻ.